ഇതാണ് നമ്മുടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ ഉള്ളൂ. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ആളുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. സമയം ഒരു 5 മണിയായിട്ടുണ്ട്. 5 മണി ആയില്ല, 4:30. ഞാൻ എൻ്റെ കൊല്ലി ഹിൽസിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 മണിക്കാണ് വണ്ടി, ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. ഈ ട്രെയിൻ നിർത്തുന്നതിന് മുമ്പേ ഉള്ള ഈ ചാടി കയറലും ഇറങ്ങലും ഇതൊക്കെ ഡേഞ്ചറാണ് കേട്ടോ. ശരിക്കും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെങ്കിലും കാഞ്ഞങ്ങാട് ടൗണിലല്ല റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വരുന്ന ദിവസം തന്നെ ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റി. കാരണം കയറാൻ പറ്റാതെ ട്രെയിൻ എടുത്തു, പുള്ളിക്ക് കയറാൻ പറ്റാതെ താഴോട്ട് വീഴുകയാണ് ചെയ്തത്, പ്ലാറ്റ്ഫോമിലിട്ട് വീഴുകയാണ് ചെയ്തത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം. ഏകദേശം 10 മണിക്കൂറിൻ്റെ യാത്രയുണ്ടായിരുന്നു കാഞ്ഞങ്ങാടിൽ നിന്നും സേലത്തേക്ക്. സേലം ജംഗ്ഷനിൽ നിന്ന് ഞാൻ നേരെ പോയത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. സേലം പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്നാണ് രാസിപുരത്തേക്കുള്ള ബസ് പിടിച്ചത്. രാസിപുരത്ത് നിന്ന് കൊല്ലി ഹിൽസിലേക്ക് ഒരുപാട് ബസ്സുകളുണ്ട് എന്ന് കേട്ടിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ രാവിലെ ഒരു 5:30 കഴിഞ്ഞ പിന്നെ 10:45 അവിടുത്തെ ബസ്. 5:30 ബസ് പക്ഷേ എനിക്ക് മിസ്സായി. അടിവാരം വരെ യാത്ര ബോറിംഗ് ആയിരുന്നു. പക്ഷേ അടിവാരം കഴിഞ്ഞ് നമ്മുടെ ആ ഹെയർ പിൻ ബെൻഡുണ്ടല്ലോ, അത് തുടങ്ങിയ പിന്നെ കാഴ്ചകളൊരു ചാകരയാണ് ശരിക്കും. ആ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണട്ടെ. ശരിക്കും എൻ്റെ തൊട്ടടുത്തിരുന്ന പുള്ളി നല്ല ഉറക്കത്തിലായിരുന്നു. ഏകദേശം 70 ഹെയർ പിൻ ബെൻഡുകളാണ് കേട്ടോ കൊല്ലി ഹിൽസിലുള്ളത്. കൊല്ലി ഹിൽസിലേക്ക് ഉള്ളത് നമ്മുടെ കേരളത്തിലേക്ക് ഒന്ന് പൊന്മുടിയിലാണ് ഏറ്റവും കൂടുതൽ ഹെയർ പിൻ ബെൻഡ് ഉള്ളത്. പൊന്മുടിയിൽ പക്ഷേ ആകെ 21 ഹെയർ പിൻ ബെൻഡുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ 70 എണ്ണം ആണ്. അതായത് ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് പ്ലേസാണ് ഹെയർ പിൻ ബെൻഡുകളുടെ കാര്യത്തിൽ കൊല്ലി ഹിൽസിനുള്ളത്. ഇതാണ് കൊല്ലി ഹിൽസിലെ അരപ്പാലീശ്വര ടെമ്പിൾ കേട്ടോ, ശിവക്ഷേത്രം. ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, കളിപ്പാട്ടങ്ങൾ. എന്താണ് തേനോ? നമുക്ക് വേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഒരു മാർജിൻ ഫ്രീ ഷോപ്പ് പോലെ ഉണ്ട് കേട്ടോ. ചെറുപയർ, എല്ലാ പയർ വർഗ്ഗങ്ങളും കേട്ടോ. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നാണ് നോക്കുന്നത് കേട്ടോ. ഹോട്ടൽ എവിടെയും കാണുന്നില്ല. ഒരു ഹോട്ടലുണ്ട് കേട്ടോ, കഴിച്ചു നോക്കാം. ഇല തന്നു, പക്ഷെ പൂരി വന്നില്ല കേട്ടോ. പൂരിക്കാണ് ഓർഡർ എടുത്തിരിക്കുന്നത്. നല്ല ചൂട് പൂരിയാണ് കേട്ടോ. ഇപ്പോഴുണ്ടാക്കിയാണ് കേട്ടോ, എണ്ണയിലെടുത്ത് ഇങ്ങനെ കൊണ്ട് വച്ചതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിക്കാം?
തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവ്വളോம்மா? அதான் இது 150, இதெல்லாம் 130. இது 150, இதெல்லாம் 130. 130. இப்போதான் இருக்கும். இது கொஞ்சம் பெரிய சைஸ் பார்த்து. அது பெரிய சைஸ். துண்டாக இருக்கிறாங்க. நல்லா இருக்கும் இது. இருக்குண்ணே. பெருசு பெருசு. ஒன்றும் கொடுங்கம்மா. எடுத்துக்கணும். எது வேணால் எடுத்துக்கணும். பிடிச்ச கலர் எடுத்துக்கணும். ஆಯ್ತು. ಸರಿ ಆಯ್ತು.